അടുത്ത വീഡിയോ ഉടൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു പോയവനാണ് ഞാൻ, എനിക്കറിയാം. പക്ഷേ കുറേ ദിവസമായിട്ട് എൻ്റെ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല, ഞാൻ ചെയ്തിട്ടുമില്ല. പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ തന്നെയാണ്. അപ്പോൾ ഇന്ന് വീഡിയോ ചെയ്തിരിക്കുന്നത് വേറൊന്നുമല്ല, ഏതായാലും വെറുതെ ഇരിക്കുകയില്ലായിരുന്നു. എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം പറഞ്ഞേക്കാം. അപ്പോൾ എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞാൻ എല്ലാവർക്കും നൽകുകയാണ്. തിരിച്ചും എനിക്ക് നൽകുക കമൻറ്റ് ബോക്സിൽ. വേറെ വർക്കുകൾ ഞാൻ ഇതിനു വേണ്ടിയിട്ട് തന്നെ ഒഴിച്ചു മാറ്റി ഇരുത്തിയിരിക്കുകയാണ് ഈ ഒരു മാസം എന്ന് പറഞ്ഞിരുന്നത്. കാരണം ഞാൻ പ്രതീക്ഷിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റിലാവും, എന്തെങ്കിലുമൊക്കെ ന്യൂസുകൾ പുറത്തു വരുന്നുള്ളതാണ്. കാരണം 15 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാകുന്ന മുമ്പ് മാർക്കസ് മെൽഗാവോ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ റൂമർ ചെയ്തു പുതിയ ഒരു ഓണർ ഇതായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ കാര്യമൊന്നുമില്ല. അതിനുശേഷവും ഒരുപാട് റൂമറുകൾ വന്നു. പിന്നെ ഒന്നും നമ്മൾ തൊടാമെന്നില്ല. കാരണം ഇനിയിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ മാനേജ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചലനം സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ ട്രാൻസ്ഫർ മാർക്കറ്റിൽ എന്നുള്ള കാര്യം നമുക്കറിയാം. പലതരത്തിലുള്ള തടസ്സങ്ങൾ അതിൻ്റെ മുമ്പിലുണ്ട് എന്നുള്ള കാര്യം ട്വിറ്ററിൽ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാരണങ്ങൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു. എന്നിരുന്നാൽ പോലും ഇതിലൊന്നുമല്ല കാര്യം, ട്രാൻസ്ഫർ മാർക്കറ്റ് അടക്കുകയാണ്. ബാക്കി എല്ലാ ക്ലബ്ബുകളും തങ്ങളുടെ ടീം ഓൾമോസ്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള അവസ്ഥയിലാണ്. SSC ഡൽഹിയും കേരള ബ്ലാസ്റ്റേഴ്സും മാത്രമാണ് കപ്പില്ലാത്ത ടീമുകളായിട്ട് താഴെ ഇങ്ങനെ തൂങ്ങിയിരിക്കുന്നത് ISL. അപ്പോൾ പുതിയ മാനേജ്മെൻറ്റിന് വന്ന് എന്തെങ്കിലുമൊക്കെ കനിഞ്ഞു നിന്നാൽ മാത്രമേ നമുക്ക് തലയുയർത്തി പിടിക്കാനാവുകയുള്ളൂ. നമുക്ക് നഷ്ടപ്പെട്ട പഴയ പ്രതാപം തിരിച്ചു പിടിക്കാൻ സാധിക്കുകയുള്ളൂ. ആശിഷ് നെഗിയും മാർക്കസ് മെൽഗാവും ഒരു 3 ദിവസത്തിനുള്ളിൽ കാര്യങ്ങളൊക്കെ തീരുമാനമാവും. ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു, മാനേജ്മെൻറ്റൊക്കെ വന്നു കഴിഞ്ഞു. ഇനി ചെറിയൊരു ഡിലേ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ റിപ്പോർട്ട് ചെയ്തത് വലിയ ആശ്വാസം പകർന്ന വസ്തുതയാണ്. ഓൾറെഡി കേരള ബ്ലാസ്റ്റേഴ്സ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞു, പ്ലേയേഴ്സിനെ നോട്ടമിട്ട് കഴിഞ്ഞു, കുറേ ആൾക്കാരെ പിടിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള വാർത്തകൾ കാണുന്നുണ്ട്. പക്ഷെ ഒന്നിനും യാതൊരുവിധ അടിസ്ഥാനവും ഇല്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒതൻറ്റിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ആശ്വാസമാവുള്ളൂ ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ. ഇനിയും ഒരുപാട് പ്ലേയേഴ്സിനെ കൊണ്ടുവരാനുണ്ട്. ഇപ്പോൾ ഉള്ള പ്ലേയേഴ്സൊക്കെ പോകുമോ ഇല്ലയോ എന്നുള്ള അവസ്ഥ ഒന്നും പറയാനും കഴിയില്ല. ചില പ്ലേയേഴ്സുകൾ ടീം വിട്ട് കഴിഞ്ഞു. അഡ്രിയാൻ ലൂണ ഇപ്പോൾ ടീമിലുണ്ട് എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ പകരം നമ്മുടെ ലെഫ്റ്റ് വിംഗറായിട്ടുള്ള നോവ ഇന്തോനേഷ്യൻ ലീഗിൽ തന്നെ ജോയിൻ ചെയ്തു എന്നുള്ള വാർത്തയാണ് ഏറ്റവും അവസാനം വന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ കളിക്കാരൻ ഏതായാലും കളിക്കില്ല എന്നുള്ള ഒരു ഉറപ്പായി. ചില വിദേശ താരങ്ങളൊക്കെ പോയിട്ടുണ്ട് ഓൾറെഡി, നമുക്കറിയാം. വിക്ടർ ബർത്താമിയൊക്കെ പോയി, നമുക്ക് പോട്ടെ, അത് വലിയ വിഷയമില്ല. ഫ്രാഞ്ച് പോയത് നമുക്ക് വലിയൊരു തലവേദനയാണ്. കാരണം ഫ്രാഞ്ചുവിനെ പോലെ നല്ലൊരു കളിക്കാരൻ മിസ് ചെയ്തു എന്നുള്ളത് ഒരു പോയിന്റ് തന്നെയാണ്. അഡ്രിയാൻ ലൂണ അവിടെ ഉണ്ട് എന്നുള്ളത് ഒരു ആശ്വാസമാണ്. എന്നാൽ നമുക്കിപ്പോഴും അതിൻ്റെ യാഥാർത്ഥ്യം വെളിപ്പെട്ടിട്ടില്ല. റൂമറുകളുടെ വരവ് ഇപ്പോഴും ട്വിറ്ററിൽ കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് നോട്ട് ഇട്ടു, ഇന്ന താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ ഇന്നതൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലാനുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് റാൻഡമായിട്ടുള്ള പോസ്റ്റുകൾ കാണുന്നുണ്ട്. വരട്ടെ, ഒതൻറ്റിക് ആയിട്ടുള്ള ന്യൂസുകൾ വരട്ടെ. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് ആശ്വാസമുള്ളൂ. ഇപ്പോൾ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റി പറയാൻ പറ്റുന്നത് ഇന്ന താരങ്ങൾ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ബാക്കിയുള്ളത് എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ന്യൂസ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇടുക. അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം. പുതിയ സീസൺ ആരംഭിക്കട്ടെ എത്രയും പെട്ടെന്ന്. ഞാൻ ഈ ഒരു ഗ്യാപ്പിനിടയിൽ അനലിസ്റ്റ് കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു, ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അനലിസ്റ്റ് കോഴ്സിനെ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വന്ന് ജോയിൻ ചെയ്യാം. അതും കൂടി വീഡിയോയിൽ മെൻഷൻ ചെയ്യുകയാണ്. അപ്പോൾ എല്ലാത്തിനും കൂടി സമ്മറൈസ് ചെയ്തുകൊണ്ട് ഇനി അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ന്യൂസിനൊപ്പം എന്നെ കാണാം. ഒപ്പം എത്രയും പെട്ടെന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് ന്യൂസ് വരട്ടെ. ഓണാശംസകൾ നേരുന്നു. അപ്പോൾ ഓക്കെ, ബൈ, ശരി.